സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ 4 പേര് നിങ്ങളെ ഈ വീഡിയോയിൽ ക്ഷണിച്ചു കൊള്ളുന്നു. 4 പേരായിരുന്നാണോ? ഞാനും എൻ്റെ ഈ 3 ഗുരു. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണീക്ക് വന്ന് തെറി വിളിക്കാൻ തോന്നും. അതുകൊണ്ട് എല്ലാവരും ഇരുന്ന് തെറി വിളിക്കുക. വളരെയധികം വിചിത്രമായ മനുഷ്യരുടെ കുത്തൊഴുക്ക് തന്നെയാണ് നമ്മൾ ഈ 2020 കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവപ്പെടുന്നതും. 2020 പറക്കുന്ന കാറുണ്ടാക്കുമെന്ന് പറയപ്പെടുന്ന മനുഷ്യർ ചാളക്കറിയും ജംസ് മുട്ടായും ആയിട്ട് കൂട്ടിയടിക്കൊണ്ടിരിക്കുക. ജംസ് മുട്ടായി കിലിക്കി കാണിച്ച്, എന്നിട്ട് 2 പ്രാവശ്യം കിലിക്കി കാണിച്ച്, എന്നിട്ട് ഇന്നലത്തെ ചാളക്കറി. ഡീറ്റെയിൽസ് ശ്രദ്ധിക്കണം. ഇന്നലത്തെ ചാളക്കറി. സൂപ്പർ. എങ്ങനെ ചെയ്യുന്ന പെണ്ണുമുള്ള നിങ്ങൾ ഇത്? ഞാനും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു വീഡിയോയുടെ ചാലഞ്ച് ആയിരുന്നു. എന്നാലും എങ്ങനെ ചെയ്യുന്ന പെണ്ണുമുള്ള നിങ്ങൾ ഇത്? ജംസും മീനുവോ? ഇങ്ങനൊക്കെ തിന്നു കഴിഞ്ഞാൽ ശരാശരി ഒരു മനുഷ്യൻ ബ്രെയിൻ ഡെഡ് ആയി പോകും. പക്ഷെ ഇവര് ബ്രെയിൻ ഡെഡ് ആവത്തില്ല. കാര്യം എന്താ? സദ്യക്ക് ഇരിക്കുമ്പോ എല്ലാം കഴിഞ്ഞ് വാഴയിലേക്ക് കൂടെ തിന്നുന്ന ഐറ്റം ഇതൊക്കെ. ജംസും മീൻകറിയും പിന്നെ ചേച്ചി ഇങ്ങനെയൊക്കെ അകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വെളിയിലോട്ട് പോകുന്നത് ബാത്റൂമിൽ വല്ല സ്ഫോടന വസ്തുക്കൾ വല്ലതുമായിരിക്കും നിക്ഷേപിക്കുന്നത്. ഈ മത്തിയോട് ഇത്ര പ്രണയം വരാൻ കാരണം സാധാരണ ഒരു കേരളത്തിലെ നാട്ടുപുറത്തെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായി, അതിനിട്ട പേര് ഗായത്രി. സാധാരണ ഒരു കേരളത്തിലെ ഈ ചേച്ചിയുടെ കുടുംബത്തിലുണ്ടായ പെൺകൊച്ചിനിട്ട പേര് ഒമേഗ 3. ബുൾസൈ ചാള അഥവാ ബുൾസൈ മത്തി. ചേരുവകൾ: ചേച്ചിയുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഞാൻ വിചാരിച്ച എഞ്ചിൻ ഓയിലായിരിക്കുമെന്ന്. കോഴിമുട്ട. നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു കോഴിമുട്ടയായിരുന്നു. അതിനെ ഇനി ചാളക്കകത്ത് വെച്ച് അപമാനിച്ച് ഞെക്കി തിന്നും. ചാളയും മുട്ടയോ എന്നിട്ട് അതിനകത്ത് വെച്ച് ഞെക്കി തരുന്ന. നമ്മൾ ഈ തിന്നുകൂട്ടുന്ന കോടാനുകോടി മത്തികട പ്രാക്കെല്ലാം കൂടി ഈ ചേച്ചിക്കാൻ തോന്നുന്നു കിട്ടിയത്. ഇനി നമുക്ക് ടേസ്റ്റ് ഉണ്ടാക്കുക മാത്രമല്ല തിന്നുകയും ചെയ്യും. അതാ മെയിൻ. അതാ ഈ ചേച്ചിയുടെ മെയിൻ. ഈ തള്ളക്ക് വട്ടാ. അല്ല, അറബിക്കടലിലും മത്തി കുടുംബത്തിൽ ജനിക്കേണ്ടതൊക്കെ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം ഓലപ്പടക്കവും തേങ്ങാ ചമ്മന്തിയും കൂടി ട്രൈ ചെയ്യാൻ കമന്റ് ഇട്ടാലോ. ഈ ഒരു അക്കൗണ്ടിൽ കിടക്കുന്ന എല്ലാം പലവിധം മത്തിയെ എങ്ങനെ പീഡിപ്പിക്കാമെന്നുള്ള വീഡിയോ ആണ്. ചാളേശ്വരി വാവ്, മത്തിയുടെ ബ്രാൻഡ് അംബാസിഡർ. What a transition. എല്ലാരും ചോദിക്കുന്നു ചാള മാത്രമേ കഴിക്കുള്ളൂ. ഇല്ല. അയ്യോ, അങ്ങനെ ചെയ്തുകൂടാ ചേച്ചി. ഇത്രത്തോളം വിശ്വസിച്ചു കൂടാ എന്ന മത്തിയെ ചതിച്ചുകൂടാ. ചിക്കൻ കാൽ അഥവാ കോഴിക്കാൽ. പാവം ചിക്കനെ ഇനി പീഡിപ്പിക്കല്ലേ. മത്തി പക്ഷെ ചിക്കൻ ആ പാവത്തിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ തോന്നുവോ? ചിക്കൻ തിന്നുന്ന വീഡിയോക്കൊക്കെ ഇത്രയും ഡിമാൻഡോ? ചേച്ചി ആ എല്ലൊന്നും ബാക്കി പോയി. വീട്ടിൽ ഒരു പട്ടിയോ ഇതെന്തു ഇത്? ഗ്രൈൻഡർ വീണ ചിക്കനോ? ഇവരുടെ വീട്ടിലൊരു പട്ടിയുണ്ട്, അതുവരെ മടുത്ത് ഇറങ്ങിപ്പോകും. ഇവരുടെ കുടലും കൊരവള്ളിയും ഒക്കെ വല്ലവർക്ക് റിസർച്ചിന് കൊടുക്കണം. ചിലപ്പോൾ ആർക്കറിയാം മനുഷ്യ ഫുഡ് ചെയിൻ ടോപ്പ് ആയാലോ. എന്നാലും ഇത്ര ആവശ്യത്തേക്ക് ആ പ്ലേറ്റ് കൂടെ അങ്ങ് തിന്നരുതായിരുന്നു. ബീഫോ? തോന്നി. അയ്യോ, പൊറോട്ടയും ചാളക്കറി ഇതൊക്കെ പിന്നെ ഒരു മര്യാദ ഉണ്ട്. പക്ഷെ ഇനി തൊട്ട് വീഡിയോ ഫേസ്ബുക്കിൽ ഇടാവോ പ്ലീസ്. ഇൻസ്റ്റാഗ്രാമത്തിൽ ആവശ്യത്തിലേറെ വിചിത്ര ജീവികളുണ്ട്. ഇനി വയ്യ, ഇനി ഏറ്റെടുക്കാൻ വയ്യ. ആൾക്കാരുടെ മനസ്സൊക്കെ തളർന്നു. ഇനി ഇല്ല, ബാക്കി ആളില്ല. കുറച്ച് മത്തി എല്ലാം കൂടെ തുന്നി ഒരു മാല ഉണ്ടാക്കി വീടിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ മാലയൊക്കെ ഉണ്ടാക്കി തൂക്കിയിട്. ചാളക്കറി ഈ വീടിന്റെ ഐശ്വര്യം. അപ്പൊ കണ്ടല്ലോ സുഹൃത്തുക്കളെ, ജംസും ചാളക്കറിയുമായിട്ട് തിന്നരുത്. തിന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇങ്ങനായിരിക്കും. ചാളേശ്വരിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചാളയുടെ വില കിലോ 180. ഓരോ ദിവസം വില കൂട്ടിക്കൊണ്ടിരിക്കുമോ നിങ്ങളെ പേടിച്ച്? മീൻ ഇത്തിരി വില കൂടിയാലും കുഴപ്പമില്ല, അവർക്ക് കൊടുക്കല്ലേ പ്ലീസ്. അയിലയുടെ വില കിലോ 220. അപ്പൊ 180 വരെ വരുന്ന മീനുകളാണ് പേടിക്കേണ്ടത്. ബാക്കിയുള്ളവരൊക്കെ സേഫാ. അതിലേക്ക് അതിൽ കൂടുതലായിട്ട് അതിന് ഇതുപോലെ മൃഗീയമായി പീഡിപ്പിക്കാറില്ല. പക്ഷെ ചാളയുടെ അവസ്ഥ മോശമാണ്. സേവ് ചാള. ഇവരൊരു ചാള ഷെയ്ക്ക് അടിച്ചു കുടിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആര് തൂറി? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൂടെ. പുട്ടും ചാളക്കറിയും ആയിരിക്കും അടുത്തത്. ചാളക്കറി. എന്റെ പൊന്നു പെണ്ണുമ്പോൾ നിങ്ങളുടെ ജീവിതോദ്ദേശം സൈനൈഡിനെക്കാട്ടി വലിയ എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്നുള്ളതാണോ? ഇതെന്തുവാ ഇത്? സൂപ്പർ. ഇതിന്റെ അകത്ത് മത്തി വെച്ച് വേവിച്ചെടുത്തെന്ന് പറയല്ലേ പ്ലീസ്. അഥവാ മത്തിയട.
ചേരുവകൾ. വേണ്ട 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 കേക്കണ്ട ഈ വാഴയിലക്കകത്ത് അവന്റെ അകത്ത് ഈ സാധനം പൊതിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ. ഒരു നാൾ ഇന്ത്യ എല്ലാരും ഉറ്റു നോക്കും, ഇന്ത്യ എല്ലാരും പഴിക്കും. ചൈനയിൽ നിന്ന് കൊറോണ വന്നപ്പോ ചൈനയെ പഴിച്ച പോലെ ഈ സാധനം ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചാന്നും പറഞ്ഞു. പഴംപൊരി വേണ്ട. നോ നോ നോ. ചാളപ്പൊരി. പുഴുങ്ങി വെച്ചിരിക്കുന്ന ചാള അതിലേക്ക് ഇടുക. ഓ ആ ചാളയുടെ ആത്മാവ് ഇത് കാണുന്നുണ്ട്, അത് സഹിക്കുവോ? ആ മത്തിയുടെ പ്രാക്ക് കേട്ടിട്ട് രക്ഷപ്പെടുവോ ആരേലും? കഴിഞ്ഞ ജന്മത്തിൽ ഈ പെണ്ണുമ്പിള്ള ഏതാണ്ട് മത്തി ഏതാണ്ടായിരുന്നു. അതും നോർമൽ മത്തി ഒന്നും അല്ല, ആരാണ്ട് മൃഗീയമായി കൊന്നൊരു മത്തിയാ ഇവര്. എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. തിന്നുന്നത് നീയാണേലും കാണുന്ന കണ്ണെന്റെ അല്ലേ? ഞങ്ങളുടെ നാട്ടിലെ പൂച്ച ഈ പെണ്ണുമ്പിള്ളൊക്കെ ഒരുപോലെ ചട്ടി, മീന്, ചെതുമ്പലും, മീൻമുള്ളും അതൊക്കെയാണ് ഫേവറേറ്റ് രണ്ടുപേരുടെ. ചോക്ലേറ്റ് ചാള അഥവാ ചോക്ലേറ്റ് മത്തി. ചേരുവകൾ ചോക്ലേറ്റ്. ഇങ്ങനത്തെ എക്സോട്ടിക് ഡിഷിന്റെ മാത്രം ഒരു ഹോട്ടലായിട്ട് ചേച്ചി തുടങ്ങണമെന്നാണ് എന്റെ ഒരു ഇത്. കാരണം ഇന്ത്യ പോപ്പുലേഷൻ കൂടി വരുന്നത്, അത് നമുക്ക് എങ്ങനെയും തുടച്ചു നീക്കണം 2025 കൂടി. ദൈവമേ, ചോക്ലേറ്റ് ചാള റെഡി. വയറിളകിയ ചോലുണ്ട് ഇത് കണ്ടിട്ട്. സൂപ്പർ. സൂപ്പറൊക്കെ തന്നെ. വയറ്റീന്ന് പോകുന്ന വല്ല വിഷവാതകമായിരിക്കുമല്ലോ. കാക്കേ മാറ് കാക്കേ, ജീവനും കൊണ്ട് ഓടിക്കോ. അവരുടെ അടുത്ത് നിക്കരുത്, തിന്നും, ചുട്ടു തിന്നും നിന്നെ. മുള്ളു തൊണ്ടക്കുരുങ്ങി മരിക്കാനുള്ള സാധ്യത 80%. തള്ളിക്കളയല്ലേ. നിങ്ങൾ ഇത്രയും പ്രണയിച്ച നിങ്ങളുടെ മത്തി തന്നെ നിങ്ങളുടെ ജീവൻ എടുത്തേക്കാം. ഇതെന്ത് കിടന്നോണ്ടാണോ ആ വീഡിയോ എടുക്കുന്നത്? 3 ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിനകത്ത് നിറഞ്ഞിരിക്കുന്നു, ഒരെണ്ണത്തിനകത്ത് കുറവ്, ഒരെണ്ണത്തിനകത്ത് ഇച്ചിരൂടെ കുറവ്. ഇതിന്റെ അകത്താണ് ഒന്നുമില്ല. മിനിഞ്ഞാന്നത്തെ ചാളക്കറി ഇഷ്ടമുള്ളവർ കമന്റ് ബോക്സിൽ 3 അമർത്തുക. ഇത് വീണ്ടും കേൾക്കാനായി താല്പര്യമേ ഇല്ല. ഞാൻ അമർത്താൻ പോകുന്നത് ഇത് മാത്രമാണ്. ഏതായാലും ചാളേശ്ശേരി മേഡം മുള്ളു കുരുങ്ങി ചാവാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. ഈ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ.